നിങ്ങളൊക്കെ കാണുന്ന ഒരു ആശന എന്ന് പറയുന്നത് യൂട്യൂബ് വഴി കാണുന്ന ഒരു ആശന. ഇതൊന്നും അല്ലാതിരുന്ന ഒരു ആശനാണ് എനിക്ക് നന്നായിട്ട് അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരാളോട് സംസാരിക്കാതെ എന്തിനും ഒരു ആൻസർ ഇല്ലാതെ ഒരു പാവം കുട്ടി ആയിരുന്ന ആശന. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്താ വീഡിയോ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റിയിൽ ഒരു Q&A പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇക്കാട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരു 77 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. എന്തായാലും റിപ്പീറ്റാണ് കൂടുതലും. അപ്പോൾ ആൻസർ ചെയ്യാൻ റെഡി ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. വായിക്കട്ടെ. കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായാലും നമ്മൾ തരുന്നതായിരിക്കും. അത് കുറേ പേര് ചോദിച്ചേക്കുന്നത് അതാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല. വീഡിയോസിൽ കുറെ പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെ കാണാത്തവരായിരിക്കും. അപ്പോൾ എന്തായാലും തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ചോദിച്ചേക്കുന്നത് ഹാരിസ് ബാബു ആണ് കേട്ടോ. അജ്മലിൻ്റെ സ്വഭാവം പോലെയാണ് എൻ്റെ ഇക്കയും. എന്നും നന്മകൾ ഉണ്ടാവും. ഒരു പെൺകുഞ്ഞുണ്ടായപ്പോൾ തോന്നിയ വികാരം എന്താണ്? അൽഹംദുലില്ലാഹ്, എത്രയോ കാലത്തെ പ്രാർത്ഥനയും കാത്തിരിപ്പിനും ഒടുവിൽ കിട്ടിയല്ലോ. ഒരുപാട് സന്തോഷം. ആഗ്രഹിച്ച് കിട്ടിയതല്ലേ, അതിന് ഒരുപാട് ഇരട്ടി മധുരം എന്നൊക്കെ പറയില്ലേ. ഞങ്ങൾ അതുപോലെ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ ആൺകുട്ടിയുടെ പേര് പോലും സത്യം പറഞ്ഞാൽ കണ്ടുവച്ചില്ലായിരുന്നു. അത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ നമുക്ക് അങ്ങനെ ഇന്ന കൊച്ചു വേണമെന്നൊന്നും ഒരിക്കലും നമുക്ക് ഇതുവരെ ചെയ്യാനൊന്നും പാടില്ല എന്നാണല്ലോ. പക്ഷേ പെൺകുട്ടിയായ വളരെ സന്തോഷം മാത്രം ആഗ്രഹിച്ചിരുന്നു, പെൺകുട്ടിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം മുതലേ പെൺകുട്ടിയുടെ പേര് തന്നെയാണ് ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡെലിവറി ആവാനായ ടൈമിലാണ് ഇൻ കേസ് ആൺകുട്ടി എങ്ങാനും ആയാൽ ഏത് പേരിടുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പേര് കണ്ടുപിടിച്ച് വെച്ചത്. അപ്പം ഒരുപാട് സന്തോഷം, അൽഹംദുലില്ലാഹ്. കാരണം കുടുംബത്തിൽ ആർക്കും ഇല്ലല്ലോ. സീന ഷാനിധി ചോദിച്ചേക്കുന്നത് ഇക്കാക്ക് എന്തോ ഒരു വിഷമം പോലെ, കൂടെ ഉള്ളപ്പോൾ ഒരുമിച്ച് നിന്നൂടെ? പ്രവാസി ആയതുകൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ ഹസ്ബൻഡ് പ്രവാസിയാണ്. അത് ഒന്ന് രണ്ടാളുടെ ക്വസ്റ്റ്യൻസിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, ഞാൻ വിഷമമുള്ളവർ ഒരു വിഷമവും ഇല്ല. വിഷമം എന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ളൊരു വിഷമമോ കർഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ ഇത്ര നാളായി ഇപ്പോൾ വന്ന് നാട്ടിൽ നിൽക്കുന്ന അതിൻ്റെതായ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ വണ്ടിയൊന്നും ഓടുന്നുണ്ട്, മുമ്പത്തെ പോലെ അല്ലല്ലോ. മുമ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബസ്സിൽ കയറാൻ 2-3 ദിവസം ഒരാഴ്ച ഡ്യൂട്ടി എടുക്കുക, ഇറങ്ങി വരാം. നമുക്ക് ആ തലച്ചൂട് അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ 24 hours അതിൻ്റെ ഒപ്പമായില്ലേ. വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഓൾട്ട് ആവുന്നത് വരെ നമ്മുടെ മൈൻഡ് കുറച്ച് അതിലേക്കും പോകും, പിന്നെ പല പല കാര്യങ്ങളിലേക്കും പോകുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇല്ലയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ആ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഒരു അഫ്ന ഷിഹാബ് ഇത് തന്നെ ആയിട്ടോ ചോദിച്ചിരിക്കുന്നത്. അജ്മൽ മുന്നേ വീഡിയോസിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു, നല്ല ഹാപ്പി ആയിട്ടാണ് എപ്പോഴും അജ്മൽ ഉണ്ടാവുക. ഇപ്പോൾ അങ്ങനെ അല്ലാത്ത പോലെ, എന്തോ ഒരു സങ്കടമുള്ള പോലെ. മുമ്പത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സീരിയസ് ആയി അല്ലേ. മുമ്പെന്ന് പറഞ്ഞാൽ ജോലി ലൈഫായിരുന്നു. ഇപ്പം പിന്നെ ഒരു ബസ്സും കൂടെ ഇങ്ങനെ ഓടുന്നോണ്ടല്ല, അതിന്റെ അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഫീൽ ചെയ്യും. കുടുംബത്തിലൊന്നും ഒരു വിഷയമില്ല. പെട്ടെന്ന് വീഡിയോയിൽ പെട്ടെന്നൊരു ഇത് കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അതിന്റെ ഇടയിൽ എന്തെങ്കിലും വീഡിയോ ഇട്ടതിൽ കണ്ട ഒരു ഇതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ ഡെയിലി വ്ളോഗ് ഒക്കെ ചെയ്യുമ്പോൾ അധികം അതിലൊന്നും സംസാരിക്കാത്തോണ്ടായിരിക്കും. ഒന്നാമത് സമയമില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് എന്തെങ്കിലും പറയാൻ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ പോകുന്നേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഹാപ്പി ആയിട്ട് പോവാണ്. 2 കുടുംബം ഹാപ്പി ആയിട്ട് പോവാണ്. ബസ്സിന്റെ കാര്യങ്ങൾ ഹാപ്പിയാണ്, അജ്മീറിന്റെ കാര്യങ്ങൾ ഹാപ്പിയാണ്, ഇവിടെ കുട്ടികളുടെ കാര്യം ഹാപ്പിയാണ്. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് അത് ചോദിച്ചല്ലോ, അതിന് സന്തോഷം സന്തോഷം. അതെ അതെ അതെ. പിന്നെ തസ്ലി മുജി എപ്പോഴും കമന്റ് ഇടുന്നതാണ് കേട്ടോ. ഞാൻ തസ്ലി എന്നെ മറന്നിട്ടില്ല എന്ന് കരുതുന്നു. എപ്പോഴും കമന്റ് ഇടാറുണ്ട്, പിന്നെ മറക്കില്ലല്ലോ. വീഡിയോസ് ഒന്നും കാണാറുണ്ട്. നിധിയെയും കൊണ്ട് അഫിയുടെ പഠിപ്പ് എങ്ങനെ കൊണ്ട് പോകുന്നു ആഷ്നത്ത? പിന്നെ അജ്മൽ ഖാനോടാണ് ആഷ്നത്ത് എന്താ ഇടുക്കിയിൽ നിൽക്കുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നു. അതിനുള്ള ആൻസർ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇനി ആ ചോദ്യം അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കൂ കേട്ടോ. പിന്നെ നിങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ എന്തായാലും കാണാം. എപ്പോഴും കമന്റ് ഇടാറുണ്ട്. പിന്നെ അഫിയുടെ പഠിപ്പ് ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവിടെ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. അവർ മാക്സിമം അവിടെ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് എഴുതിച്ച്, ഇപ്പം എന്തെങ്കിലും പടം വരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ എല്ലാം ചെയ്യിക്കലാണ് പതിവ്. ഇതുവരെ ഇങ്ങോട്ടേക്ക് എന്താ പറയുക ടെക്സ്റ്റ് കൊടുത്തുവിടും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ ഡെയിലി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ
ഗ്രൂപ്പിൽ ഇങ്ങനെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഫുള്ള് അവർ എല്ലാവരും ഇപ്പോൾ അറബി ടീച്ചർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് എല്ലാ സബ്ജക്റ്റിനെയും ടീച്ചേഴ്സ് ഇങ്ങനെ ഇടും ഇന്നതാണ് ഇന്ന് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവനോട് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യിച്ചാൽ മാത്രം മതി, അല്ലാതെ ഹോംവർക്കോ കാര്യങ്ങളൊന്നും ഇതുവരെ കൊടുത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പം മുമ്പോട്ട് പോകുന്തോറും ആയിരിക്കും, അപ്പോൾ പിന്നെ അവളൊരു ഇതാവുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതിനുള്ള ആൻസർ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായും. റേഷ്ണ ബസ് മുതലാളിയായപ്പോൾ കുറച്ച് ഹെഡ് വെയിറ്റ് കൂടിയ പോലെ ഉണ്ട്. ഹെഡ് വെയിറ്റ് കൂടിയില്ല, ഹെഡേക്കും തലവേദന കുറച്ച് കൂടിയിട്ടുണ്ട്. എല്ലാം അറ്റൻഡ് ചെയ്യണ്ടേ, എല്ലാ കേസും അറ്റൻഡ് ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്, അല്ലാതെ ഹെഡ് വെയിറ്റ് ഒന്നും കൂടിയില്ല. കാരണം എന്താ വെച്ചാൽ ബസ് നടന്നിട്ടുണ്ട് കുറേ കാലം, കൂട്ടുകാരുടെ വണ്ടിയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഒരു അനുഭവമല്ല. അതുപോലെ ഞാൻ മുമ്പ് പണിയെടുക്കുമ്പോഴാണെങ്കിലും മുതലാളിമാരൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബന്ധത്തിലായതുകൊണ്ട് നമ്മുടെ സ്വന്തം ബസ് പോലെ തന്നെയാണ്. പണി പഠിച്ച കാലം തൊട്ട് നമ്മുടെ സ്വന്തം ബസ് പോലെയാണ് എല്ലാ ബസ്സിലും പണിയെടുക്കാറ്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെയില്ല. പക്ഷേ ഇതിപ്പോൾ ഇത്രയും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത്, അന്ന് വേറെ ആൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കട്ടക്ക് സപ്പോർട്ടായി നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് കയ്യിൽ വിനിയോഗിക്കുന്നു എന്നതായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇന്നിപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആയതുകൊണ്ടുള്ള ഒരു ഇത്, അല്ലാതെ തലക്കനൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അത്യാവശ്യം എല്ലാവരും ബസ്സിൽ കണ്ടക്ടറായിട്ടും ഡ്രൈവറായിട്ടൊക്കെ സ്റ്റഡിയാക്കി ഇങ്ങനെ പോവുകയാണ്. അവർക്കും സന്തോഷം, അവർക്കും ഹാപ്പി. അങ്ങനെ പ്രത്യേകിച്ചും. പിന്നെ സാഹിറ ചോദിച്ചേക്കുന്നത്, അശ്ന പുതിയ വീടുണ്ടാക്കുമ്പോൾ കാസർഗോഡ് ഉണ്ടാക്കിയാൽ പോലെ, എന്തായാലും നിങ്ങളിപ്പോൾ റെന്റ് വീട്ടിലല്ലേ? ആക്ച്വലി കാസർഗോഡുള്ളത് റെന്റഡ് അല്ല, അത് നമ്മുടെ സ്വന്തം വീടാണ്. ഇത് റെന്റഡ് ആണ്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയതാണ്. പിന്നെ പുതിയ വീട് ഉടനെ അതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഒന്നും ഇല്ല. പിന്നെ ഇതിപ്പോൾ ഒരു അണക്കെട്ട് അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം പോലെയൊക്കെയാണ്. ഇത് വെള്ളം എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളും ഇതുവരെ പ്ലാനിങ്ങിലല്ല, എവിടെ ഒരു സ്ഥിരതാമസം ആക്കണം എന്നൊരു പ്ലാനിങ്ങിൽ ഞങ്ങളും എത്തിയിട്ടില്ല. ആശ്നാക്ക് ഉണ്ട്. എനിക്ക് ഇപ്പോഴേ ഒരു സ്ഥലത്ത് നിൽക്കണ്ട എന്നൊരു കാഴ്ചപ്പാടാണ് ഞാൻ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഒന്നും കൂടെ ഇപ്പം അത്യാവശ്യം വീട് അവിടെ ഉണ്ട്, ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ തൽക്കാലം കുട്ടികൾക്ക് ഇച്ചിരി കൂടെ അറിവായിട്ട് മതി എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നെ അതിനായിട്ട് വലിയൊരു ബാധ്യതയും കൂടി ഇപ്പോൾ തലയിലെടുത്ത് വെച്ച് അതിന്റെ പുറകെ അത് തീർക്കാൻ സമാധാനക്കേടാവണ്ടല്ലോ എന്നൊരു ചിന്ത, തീരട്ടെ എന്നുള്ളൊരു ഇതിലാണ്. തീർച്ചയായിട്ടും പോകും. ഇനി നാട്ടിൽ നിൽക്കുകയാണോ? ബസ്സിന് ലോൺ ഉണ്ടോ? നാട്ടിൽ നിൽക്കുന്നില്ല, കുറച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോകും. ബസ്സിന് ലോണുണ്ട്, ഫോണില്ലാതെ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നദിയെ വിചാരിക്കുന്നത്, ഇത്തായുടെ പണ്ടുണ്ടായിരുന്ന ഒതുങ്ങിക്കൂടിയ ആ ക്യാരക്ടറിൽ നിന്ന് ഇന്ന് ഈ ഓർച്ചയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്തായുടെ എഫേർട്ട് മാത്രമല്ല അജ്മലിക്കാരുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ്. ആ ഒരു ജേണിയെ പറ്റിയും അന്നും ഇന്നുമുള്ള ഇത്തയുടെ മാറ്റങ്ങളെ പറ്റിയും എന്താണ് പറയാനുള്ളത്? നദിയെ വിചാരിക്കുന്നത് മാറ്റങ്ങളിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊക്കെ കാണുന്ന ഒരു ആശ്ന എന്ന് പറയുന്നത് യൂട്യൂബ് വഴി കാണുന്ന ഒരു ആശ്ന, ഇതൊന്നും അല്ലാതിരുന്ന ഒരു ആശ്നയാണ് എനിക്ക് നന്നായിട്ട് അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരാളോട് സംസാരിക്കാതെ എന്തിനും ഒരു ആൻസർ ഇല്ലാതെ ഒരു പാവം കുട്ടി ആയിരുന്ന ആശ്ന, അഭിപ്രായം പോലും ഇല്ലാതിരുന്ന ഒരു ആശ്നയിൽ നിന്ന് ഇതിലേക്ക് വന്നത്. ആശ്നയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു, ഞാൻ എന്നെ ഇത് പറയുന്നല്ല, എൻ്റെ ഒരു പ്രസന്റ് ഉണ്ടല്ലോ, ആൾക്കാരോട് ഇടപെടുന്ന രീതി, എവിടെയും പരിചയപ്പെടാനും തള്ളി കയറി വർത്താനം പറയാനൊക്കെ അന്നും ഇന്നും എനിക്കൊരു താല്പര്യമാണ്. മിണ്ടിയില്ല അങ്ങോട്ട് മിണ്ടുക, സംസാരിക്കുക, അങ്ങനെ ഒരാൾ. പിന്നെ അതുമല്ല എന്തെങ്കിലും എന്തെങ്കിലും മറുപടി പറയണമെങ്കിലും അതും പറയാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളാണ്. ഈ കാണുന്ന പോലെ അല്ല, അത്യാവശ്യം എന്തെങ്കിലും സംസാരിക്കേണ്ട സാഹചര്യം വന്ന് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആശ്നാനെ അങ്ങനെ കൊണ്ടുവന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും ആളുകൾ ഇപ്പോൾ ദുബായിൽ വന്നപ്പോൾ നെസ്റ്റോ അതുപോലെയുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം പ്രമോഷൻസ് എല്ലാം ആശ്ന ഒറ്റ ടൈക്കിൽ കാര്യങ്ങൾ, അത്രയും സാധനത്തിൻ്റെ പേരുകളും ചെറിയ സെക്കൻഡുകൾ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് അതിലൊക്കെ കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നത് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞല്ലോ. അത് ആ സമയം കൊണ്ട് 1 മിനിറ്റ് 30 സെക്കൻഡും കൊണ്ടും ഇത്രയും 10-20-30ഓളം ഐറ്റംസ് പറഞ്ഞ ദിവസമുണ്ട്. 30 ഐറ്റംസ് ഒക്കെ 1 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ 90 സെക്കൻഡിനുള്ളിൽ പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. കൂടെ ഇങ്ങനെ ഇരുന്നൊരു കുട്ടി ഇത്രയും വിപ്ലവകരമായിട്ടൊരു മാറ്റം സംഭവിച്ചപ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം എന്താ പറയുക, അത് അങ്ങനെ ആവണേ. അത് അവള് കാരണം ഇപ്പം പണ്ടൊക്കെ എനിക്ക് അറിയുന്നത് അജ്മലിൻ്റെ ഉമ്മ, അജ്മലിൻ്റെ ഉപ്പ, അങ്ങനെ അജ്മലിൻ്റെ വൈഫ്, അജ്മൽ അനിയൻ എന്ന സംസാരത്തിൽ നിന്ന് ആശ്നയുടെ ഹസ്ബൻഡ് എന്ന രീതിയിലേക്ക്
ഒരു നല്ലൊരു മാറ്റം വന്നതിൽ ഒരുപാട് സന്തോഷം. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കഴിവുണ്ടായിരുന്നു കുട്ടി, എന്ത് പ്രസന്റ് ചെയ്യാനും അതിനൊക്കെ കഴിവുണ്ടായിരുന്നു. നല്ല ഉള്ളിൽ ഉറങ്ങിക്കിടക്കായിരുന്നു. അതൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നു. നന്നായിട്ട് ക്യാരക്ടർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ്, ലെങ്തി വീഡിയോസ് ഒക്കെ നല്ല അതിൻ്റെ അതേ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് അതിനൊക്കെ. അവളതിൽ ഹാപ്പിയാണ്. ഒരാളെ ഹാപ്പിയാകുന്ന കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് അവരെ ഹാപ്പിയാക്കിയിട്ട് കാര്യം, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നതിൽ കഥയില്ല. അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഹാപ്പിക്ക് വേണ്ടി നമ്മൾ കൂടെ നിൽക്കുമ്പോഴാണ് ജീവിതം കുറച്ചും കൂടെ സുന്ദരമാവുക. അത് തീർച്ചയായും ഇക്കാലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്ട്രോങ് പില്ലറായിട്ട് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്നതാണ്. എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനൊക്കെ ഇക്കാണ്. പിന്നെ ഒരു പില്ലറായിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ ഒരു ഇതിലേക്കൊക്കെ എത്താൻ പറ്റിയതല്ല. ആദ്യം തന്നെ നമ്മൾ ഇതിൽ നിന്ന് മുടക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇതിലേക്കൊന്നും വന്നു പെടുമോ, ഇങ്ങനൊരു ഇതിൽ നിന്ന് കുറച്ച് റവന്യൂ ഉണ്ടാകുക ഒന്നും നടക്കില്ല. അപ്പോൾ ഇക്കാലൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുത് തന്നെയായിരുന്നു. പിന്നെ അടുത്തത് ഐസാൻ ചോദിച്ചേക്കുന്നത് വൈഫ് കുറച്ച് ഓവർ ആകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അവിടെ ഓവർ ആവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതുപോലെ ഓവർ ആവുക എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആണോ അല്ലെങ്കിൽ സംസാരമാണോ എന്താണെന്ന് അറിയില്ല ഉദ്ദേശിച്ചത്. മേക്കപ്പ് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സമയത്തും ചിലപ്പോൾ ഇതിന്റെ വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ച് മേക്കപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ സംസാരം ചില വീഡിയോസിൽ നന്നായിട്ട് സംസാരിക്കേണ്ടി വരും. പിന്നെ അതിനൊക്കെ നമ്മൾ എന്താ പറയുക, അതൊക്കെ അവരവരെ ഓവറായിട്ട് എനിക്കിതുവരെ തോന്നിയില്ല. കാരണം എൻ്റെ കാര്യത്തിൽ ആൾ ഓവറല്ലല്ലോ. ഞാൻ എന്ന് പരിചയപ്പെട്ട ആഷ്നയാണോ അതേ ആഷ്നയാണ് എൻ്റെ ലൈഫിലുള്ളത്. യൂട്യൂബിൽ കാണുന്ന അത്രയും ആയിട്ടല്ല എൻ്റെ ലൈഫിൽ ആഷ്നയുള്ളത്. എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ എങ്ങനെയാണോ അന്നുണ്ടായത് അതേ ആഷ്ന തന്നെയാണ്. അതിൽ ഒരു മാറ്റവും ഇന്നും വന്നിട്ടില്ല. പിന്നെ റിസ്ട്രിയ ചോദിച്ചേക്കുന്ന അശ്വിനെ അത്യാവശ്യം ലുലുമാട് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, കട നിർത്തി, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അശ്വിനെയും മക്കളെയും വിട്ടു നിൽക്കുമ്പോൾ വിഷമം വരാറില്ല? എസ്പെഷ്യലി ഇപ്പോൾ മോളുണ്ടായതല്ലേ, നിങ്ങളുടെ വീടുകൾ തമ്മിൽ ഇത്രയും ദൂരമുള്ളത് കൊണ്ട് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ഡൗട്ടാണ്. അശ്ന കുഞ്ഞുങ്ങളെയും വിട്ടു നിന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ പോയിട്ട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വണ്ടിയുടെ വീഡിയോ കണ്ടില്ലേ, അപ്പം അത്രയും ഒരു ഓടി തീർക്കാൻ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓട്ടപ്പാച്ചിലായിരുന്നു. ഇവരുണ്ടെങ്കിൽ ഇവരെ ശ്രദ്ധിക്കാൻ പോലും എനിക്ക് സമയമില്ല. കൃത്യസമയത്ത് വീട്ടിലെത്താൻ പറ്റില്ല. 12 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ. ചിലപ്പോൾ വരില്ല, അവിടെ റൂം എടുത്ത് നിൽക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം പോയിട്ടും കാര്യമില്ല, ഇവർ വന്നാൽ ഇവരെ ഒരു കാര്യം പോലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവരിവിടെ നിൽക്കട്ടെ, അതാകുമ്പോൾ ഫോണെങ്കിലും ചെയ്യാലോ എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. കൊച്ചിൻ്റെ പഠിത്തവും കളഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടോ ഞാനിവിടെ നിന്നിട്ടോ അശ്നാനും കുട്ടികളെ അവിടെ കൊണ്ട് നിർത്തിയിട്ടോ കാര്യമില്ല. അത്ര 20 ദിവസം നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു, ഇതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിന്നത്. വിട്ടു നിൽക്കാൻ പ്രവാസിയായി എനിക്ക് എത്രത്തോളം വിഷമമുണ്ട്. കാരണം നാട്ടിലുണ്ടാകുമ്പോൾ ഇവർ പിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോഴും വിഷമമുണ്ട്. ഓൾറെഡി പ്രവാസിയായിരിക്കുമ്പോൾ നമ്മൾ പിരിഞ്ഞിരിക്കുന്നത്, പിന്നെ നാട്ടിലും കൂടെ ഇരിക്കുമ്പോൾ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. ഇത്രയും ദൂരം ആയതിൽ വിഷമമുണ്ടോ ചോദിച്ചാൽ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ല ഞങ്ങൾ കല്യാണം കഴിച്ചതും. പിന്നെ ഇതൊക്കെ ഒരു പ്രശ്നം തോന്നാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായിട്ടില്ല എന്നല്ല, ചിലപ്പോൾ തോന്നാറുണ്ട്. ഇത്രയും ദൂരം ഓടിയെത്തേണ്ടി വരുമ്പോഴും നൈറ്റ് വണ്ടി ഓടിച്ച് വരുമ്പോഴൊക്കെ ഒരു ദൂരത്തിന്റെ ഒരു ഇത് വരലുണ്ട്. പക്ഷെ എന്നാലും അത് പോസിറ്റീവായിട്ട് തന്നെ ഉണ്ട്. അത് പുതുമ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ. ആ ഒരു പോക്ക് വരവിനും വന്നിട്ട് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു മാനസിക അവസ്ഥ, അതൊക്കെ ഒരു രസമാണ്. അടുത്തടുത്ത് വീടുണ്ടെങ്കിൽ അടുത്തടുത്ത് വീടുള്ളത് നല്ലതാണ്. അല്ലാന്നല്ല, ഒരു ഉപകാരത്തിനും നല്ലതാണ്. അല്ലാന്നെല്ലാം പറയുന്നത്. ചിലപ്പോൾ തൊട്ടടുത്ത് കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടാവും, അവർ വിചാരിക്കണ്ട. പക്ഷെ ഇതിനൊരു പുതുമ കണ്ടെത്തി ഇത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തും നമ്മൾ ആസ്വദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ജസീല ചോദിച്ചേക്കുന്നതാണ്, അശ്നയിത്ത ഒരുപാട് ഇഷ്ടമാണ്, ഒരു ഹായ് തരുമോ? ഹായ്. പിന്നെ നിങ്ങളുടെ ഡ്രീം എന്താണ്? ബ്രദറിന്റെ മാരേജ് ഉണ്ടോ? മാരേജ് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല, അതിനെ കുറിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ ഡ്രീം എന്താണ്? അങ്ങനെ ഭയങ്കര വലിയ ഡ്രീം ഒന്നും ഇല്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അത്യാവശ്യം മുകേഷ് അംബാനിന്റെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. വലിയ കടവും ബാധ്യതയും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ അങ്ങ് പോയി കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. കഴിഞ്ഞു. ഡ്രീം വീടായിരുന്നു, ഒരു വാഹനമായിരുന്നു. പിന്നെ അജീന ചോദിച്ചാൽ കാർ എന്ത് ചെയ്തു? കാർ എന്നേ വിറ്റല്ലോ, വിറ്റിട്ട് 2 കൊല്ലം. ബൊലേറോ അത് കഴിഞ്ഞതിന് ശേഷം എടുത്ത കാറിന്റെ കാര്യമായിരിക്കും ചോദിച്ചത്. അതിനുശേഷം എടുത്തത് കൂട്ടുകാരുടെ വണ്ടിയായിരുന്നു, അല്ലാതെ എന്റെ സ്വന്തം വണ്ടിയല്ല. പിന്നെ യൂട്യൂബ് വരുമാനം മാസത്തിൽ എത്ര കിട്ടുമെന്ന് പറയണേ? അത് GSBV എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടാണ്.
നമുക്ക് ഒന്നാമത് ഇങ്ങനെ യൂട്യൂബർമാർ അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പം നേരത്തെക്കാട്ടിലൊക്കെ നിങ്ങൾക്ക് വ്യൂസ് കാണുമ്പോൾ അറിയാം, അത്യാവശ്യം വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ പണ്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. പിന്നെ കൂടുതൽ ഇപ്പം നമുക്ക് റവന്യൂ വരുന്നത് പ്രൊമോഷൻസ് വഴിയാണ്. കറക്റ്റ് ഇത് പറയാനും പറ്റില്ല, കാരണം വ്യൂസിനനുസരിച്ചാണല്ലോ ഓരോ മാസം. ഇപ്പോൾ ഈ മാസം കുറേ വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ഇടൽ കുറവല്ല. ഡെയിലി വീഡിയോ ഇടുന്ന, ഡെയിലി 2-3 വീഡിയോ ഇടുന്നവർ, അവരൊക്കെ സംബന്ധിച്ചാണ് യൂട്യൂബിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പൈസ ഉണ്ടാവുക. ഇത് മാസത്തിൽ 5-6-4 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്ര, അതും 10 കിട്ടൂല കേട്ടോ. 4 വീഡിയോക്ക് ഒന്നും കിട്ടൂല. അത് അത്രയേ ഉണ്ട്, ചുരുങ്ങിയ എമൗണ്ട് ഉണ്ടാവും. അത് മാത്രമല്ല അതിന്റെ വ്യൂ എന്തോരം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണല്ലോ. അതെ അതെ, അല്ലെങ്കിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ 10 ലാഖെല്ലാം അടിക്കണം. അതങ്ങനെ ഒരു വീഡിയോ ഇടുന്ന ഒരു 25 ലക്ഷം അങ്ങനെയൊക്കെ വ്യൂ കിട്ടുവാണെങ്കിലൊക്കെ ബെറ്റർ. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നുകൊണ്ട് കുറച്ചൊരു എമൗണ്ട് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട് ഈ പ്രൊമോഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അതുകൊണ്ടാണ് കുടുംബം, അഷ്നയുടെ കുടുംബം മൊത്തം അഷ്ന തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എനിക്കും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാത്തിമ ഫൈറൂസ്, ഹായ്, അടിപൊളി വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്, സൂപ്പർ, ഒരു ഹായ് തരൂ. ഹായ്. പിന്നെ അഷ്ന അജ്മൽ മക്കൾസ്, ഒരുപാട് ഇഷ്ടം, നിങ്ങളുടെ കാസർഗോഡ് വീഡിയോസ് അടിപൊളി, പഴയ പോലെ വീഡിയോസിനെ കട്ട വെയിറ്റിംഗ് ആണ്, ഈ ഫാമിലി എന്നും ഉയരങ്ങളിലെത്തട്ടെ. എൻ്റെ മക്കൾ അഫീൻ്റെ ഫാനാണ്. അഫീനോട് ഒരു ഹായ് പറയാൻ പറയുക. ഷാനിദാണ് അഫീനോട് പറയാൻ വരുമ്പോ പറയാം. അഹമ്മദ് മാണിക്കോത്ത്, കാസർഗോഡ് ജില്ല. മോളുടെ നെയിം എന്താണ്? ധനീൻ ഹയാത്ത് എന്നാണ്. പിന്നെ കുറേ വീടുകൾ കാണുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ വീട്, എന്താണ് സംഭവം? അത് ഷെഫീനെ ചോദിച്ചേക്കുന്നതാണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ ആയല്ലേ. വീട് ഇപ്പം നിലവിൽ 4 വീടായി. ഇത് റെന്റഡ് ആണ്, പിന്നെ ഒന്ന് മറ്റുമിച്ചിയുടെ വീടാണ്, പിന്നെ ഇവരുടെ സ്വന്തം വീട് അന്ന് വീഡിയോസിലൊക്കെ ഉണ്ട്, താഴത്തെ വീടാണ്, പിന്നെ എൻ്റെ വീട് കാസർഗോഡാണ്. സിമ്പിൾ ആയിട്ട് പറയട്ടെ കാര്യമില്ല, എന്തായാലും കൺഫ്യൂഷൻ. നിങ്ങൾ എന്താ ഒരുമിച്ച് നിൽക്കാത്ത? കുറെ പ്രവാസി അല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സിനാൻ അല്ല, ഇപ്പോഴും പ്രവാസി തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവർ വിചാരിച്ചേ ബസ് ഒക്കെ വാങ്ങിയപ്പോ ഇവിടെ വന്ന് സെറ്റിലായി, എന്നിട്ട് നമ്മൾ വേറെ വേറെ അങ്ങനെയല്ല. ഇക്ക എന്തായാലും പോകൂട്ടോ. കാസർഗോഡ് ജില്ലയിൽ ഹസ്ബൻഡിന്റെ വീട് എവിടെ? ഫാത്തിമ, പനത്തടി. കാസർഗോഡ് ജില്ലയിലെ റാണിപുരത്തിന്റെ തൊട്ട് താഴെ പനത്തടി. റാണിപുരത്തേക്ക് പോകണമെങ്കിൽ, കാസർഗോഡ് കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. റാണിപുരം കേരളത്തിന്റെ ഊട്ടി അല്ലേ? പിന്നെ സരീഷ ചോദിച്ചേക്കുന്നത്, കാസർഗോഡ് എവിടെയാണ് ഇക്കാടെ വീട്? ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ഇത് വിളിച്ചു വരുത്തിയത് തന്നെയാണ്, അല്ല വന്ന് വീണതല്ല. അതായത് ലവ് മാരേജ് തന്നെയാണ്. നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് മാരേജ് സ്റ്റോറി പറയാമോ? ഫെമിന കാഞ്ഞങ്ങാട്. നിങ്ങളുടെ നാട്ടുകാരിയുള്ളൂ. അതുണ്ടല്ലോ, യൂട്യൂബിലുണ്ടല്ലോ, ലവ് സ്റ്റോറി താഴെ ഉണ്ട്. ഒരു 40 മിനിറ്റ് ഉള്ളൊരു. അതിന് പറഞ്ഞോണ്ടിരിക്കണമെങ്കിൽ കുറെ ഇതാവും. ഹായ് ആഷ്ന, അസ്സലാം വലൈക്കും. വലൈക്കും സലാം. അച്ചു ഷായാണ്, സുഖമായിട്ടിരിക്കുന്നു, മക്കൾ 2 സുഖമായിട്ടിരിക്കുന്നു, സുഖമാണ്. ഞാനൊരു ഫൺ ക്വസ്റ്റ്യൻ ചോദിക്കാമേ? ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നിങ്ങളെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയി വിളിച്ചാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ടേക്ക് ഇറ്റ് ആസ് എ ഫൺ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നു കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. ഇത് കണ്ടില്ലായിരുന്നല്ലോ. ഒരിക്കലും പോകില്ല, തീരുമാനാവും. പോവില്ല, എനിക്ക് അല്ല പൊക്കോടി, അങ്ങനെ ആ വഴി അങ്ങ് പൊക്കോ, പിന്നെ താഴോട്ട് നിക്കാൻ മതി. പിന്നെ ആശിന ഓൺ എയറായി, പിന്നെ താഴെ ഉണ്ടാവില്ല. ബഹിരാകാശൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. നമുക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം ഒന്നും അല്ലാതെ. ഞങ്ങള് 4-5 ഹെൽമെറ്റും മേടിക്കേണ്ടി വരും, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. അജ്മീർ ആരാണെന്ന് ചോദിച്ചൊരു കമന്റ് ഉണ്ട്. ഇക്കാടെ എന്റെ അനിയനാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇക്കാക്ക് ഒരു വിഷമമുള്ള പോലെ. ഇക്കാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല. അജ്മീറിന്റെ കല്യാണം നോക്കുന്നുണ്ടോ? അതൊരു യൂസറായി ചോദിച്ചേക്കുന്നത്. കല്യാണം നോക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അവനോട് ഇതുവരെ പേഴ്സണലായിട്ട് സംസാരിച്ചില്ല. ഇപ്പൊ ഞാൻ അടുത്ത ദിവസം കാസർഗോഡ് പോകുമ്പോ അവനുണ്ട് കാസർഗോഡ്, സംസാരിച്ചു നോക്കാൻ നൈസായിട്ട്. റിസ്രിയ ചോദിച്ചേക്കുന്നത്, ഇത് കമന്റ് ഇടാറുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴും. അഷ്ന അജ്മൽ ഖാന്റെ കാര്യങ്ങളൊന്നും നോക്കാതെ ഫുൾ ടൈം ക്യാമറയും പിടിച്ച് നടക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ മുമ്പിൽ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളാണ്. എന്ത് വേണമെങ്കിൽ ഞാൻ, പിന്നെ എനിക്ക് ഈ എവിടെയെങ്കിലും പോകുമ്പോൾ അയൺ ചെയ്ത് തരിക, അല്ലെങ്കിൽ ചെരുപ്പ് തുടക്കുക, ഷൂ തുടക്കുക, അത് കഴിയുക, അങ്ങനത്തെ സ്വഭാവം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ശീലം ഇല്ല. ഓൾറെഡി പ്രവാസി ആയതുകൊണ്ടായിരിക്കും. അത് യാദൃശ്യമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇവരുടെ വേണമെങ്കിൽ ഞാൻ അയൺ ചെയ്ത് കൊടുക്കും, എനിക്ക് സാഹചര്യം സമയം കിട്ടിയാൽ.
അങ്ങനെ ചെയ്യാം, അതിനൊരു മടി. പിന്നെ തിന്ന പാത്രം എവിടെയാണോ അടുക്കളയിൽ കൊണ്ടുവെക്കും, ആ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. പിന്നെ വിളമ്പി തിന്നാൻ എനിക്ക് ഇഷ്ടമാണ്. ഉമ്മ ഒഴികെ വേറെ ആൾ വിളമ്പി തരുന്നതിനോട് വലിയൊരു താല്പര്യം ഞാൻ കാണിക്കുള്ളൂ. ഉമ്മാനോട് തന്നെ വിളമ്പി തരാൻ പറയും കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മുടെ അളവും കറക്റ്റ് കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് അറിയാം, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. പിന്നെ ചില സാഹചര്യത്തിൽ ഇവരെ അങ്ങനെ ഇല്ല, എന്ത് പറഞ്ഞാലും കേൾക്കും. അങ്ങനെ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല. വീഡിയോൻ്റെ പുറകെ പോലെ അതിൻ്റെ നമ്മുടെ എല്ലാ കാര്യം കഴിഞ്ഞിട്ട്, നമ്മുടെ കുട്ടികളുടെ എല്ലാ കാര്യം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അതിലൊന്നും ഇതുവരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മളൊരു ഡ്രസ്സ് ഇട്ടു എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു ഡ്രസ്സിൽ നമുക്കൊരു മാക്സിമം 10 ഫോട്ടോ വരെ എടുക്കാം, നോർമൽ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ. അത് 100 ആയി കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാക്കും. ഇവർക്ക് സ്ഥലമല്ല പ്രശ്നം. അപ്പൊ ഞങ്ങൾ പറയും അളിയൻ എപ്പോഴും പറഞ്ഞു, ഇന്നലെ കൂടെ അളിയൻ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇവര് ഇതിനു വേണ്ടി ഫോട്ടോ എടുക്കും. എന്നാൽ ഏത് സ്ഥലമാന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നല്ലത് കിട്ടി നമ്മളെ പോലെ എന്തായാലും സ്ഥലം ഇന്ന സ്ഥലത്ത് പോയി ഇതല്ലേ. ഇവരങ്ങനെയല്ലല്ലോ. അപ്പൊ പിന്നെ ഫോട്ടോ എടുത്ത് അത് പിന്നെ ഇവരെന്നെ എടുത്തോളൂ കേട്ടോ. പെൻസിലുണ്ടെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ എടുത്തോളൂ. നമ്മളങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഇതിനു വേണ്ടി ഒരുപാട് സമയം പോകുമ്പോൾ ചില സമയത്തൊക്കെ ഒരു ചെറിയ ദേഷ്യം വരാറുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും, അവരൊരു ഫീൽഡാണല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ സഹറാൻ ചോദിച്ചിരുന്നത് ഇക്ക തളിപ്പറമ്പിൽ വരാറുണ്ട്, ഒരു തവണ കണ്ടിരുന്നു കഴിഞ്ഞ വീക്ക്. തളിപ്പറമ്പിലാണ് ഞാൻ വണ്ടിയുടെ കുറച്ച് സാധനങ്ങളും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഇലക്ട്രീഷ്യൻ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് നല്ല വില കുറവുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ വന്നിരുന്നു, അപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ മുഹമ്മദ് അൻസിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ? ഞാൻ ഡിഗ്രിയാണ്, അശ്ന MA ആണ്, എക്കണോമിക്സ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ്. ഈ കാസർഗോട്ടാരൻ എങ്ങനെ തൊടുപുഴയിൽ അത് വരാനില്ല, എങ്ങനെ വരും എങ്ങനെ വരും ദേവി പ്രസാദ് മാഡം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പ്ലേറ്റിൽ പോയാൽ ഏണി വെച്ച് പിടിച്ചത് ഞാൻ. രണ്ടുപേരും വീട് എവിടെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മുഹ്സിന, ഒരാൾ തൊടുപുഴ, ഒരാൾ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പാണത്തൂർ, പനത്തടി. ഇനി എത്രയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കി? കൂടുതലും നമ്മൾ കാസർഗോഡ് നിൽക്കാത്തതിൻ്റെ കാരണം എന്താണ്, ഇവിടെ നിൽക്കുന്നതിൻ്റെ അതിൻ്റെ ആൻസർ ഞാൻ തന്നെ പറയാം. ഒന്നാമത് പിന്നെ എൻ്റെ പേരൻസിനെ സംബന്ധിച്ച് അവർക്ക് അൽഹംദുലില്ലാ ഇപ്പം തീരെ വയ്യായികേൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പണിയെടുക്കാനോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനോ ഒരാളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യം അവർക്ക് നിലവിലില്ല. ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് മടി പിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊഴിലുറപ്പിനും കൂടെ പോകുന്നുണ്ട്. തൊഴിലുറപ്പിന് പോകുന്നതിന് ഞാനും അനിയനും 2 പേർക്ക് ഇഷ്ടമല്ല. എന്നാൽ പോലും കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ പോയി തുടങ്ങിയ പിന്നെ ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ, അത്യാവശ്യം ചെറിയ എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിന് മരുന്ന് കഴിക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ മരുന്ന് മേടിച്ചു കൊടുത്താൽ അത് മാസത്തിൽ ഉപയോഗിച്ച് അങ്ങനെ പോകും. അല്ലെങ്കിൽ മാത്രമല്ല എന്താ അവർ പറയുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവരുടെ ഏജിലുള്ളവരൊക്കെ കാണുമ്പോൾ അവരോട് സംസാരിച്ചിരിക്കുക, അതൊരു റിലാക്സേഷൻ ആണ് ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതിനേക്കാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് പറഞ്ഞ എത്ര നേരം എന്ന് പറഞ്ഞാൽ ഇവിടെ വെറുതെ ഇരിക്കുക അങ്ങനെ പോവാന്നൊരു പേരൻസ് പറയുക എന്ന് പറയുന്നത് തന്നെ അൽഹംദുലില്ലാ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ വെറുതെ ഇരുന്ന് മടുത്തിട്ടാണ് തൊഴിലുറപ്പിന് പോകുന്നത് എന്നാന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ആ സാഹചര്യം അതാണ്. കാരണം അവർക്കിപ്പോൾ ഒരാൾ ഹെൽപ്പറായിട്ട് വേണ്ട. പിന്നെ ആസ് ഒരു മകൻ എന്ന രീതിയിൽ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും നോക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയും എൻ്റെ അനിയൻ്റെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ. അതിന് ഒരാളെ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് ആ ഒരു ചുമതല ഏൽപ്പിക്കുന്നതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ തന്നെ നിറവേറ്റിയാലാണ് അത് തൃപ്തികരമാവുക. പിന്നെ നമ്മുടെ ഒരു കൂടെ പാട്ടായിട്ട് അവർ നിൽക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ സന്തോഷം എന്നത് തന്നെയാണ്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ ആശ്ന അവിടെ നോക്കുന്നില്ല എന്നതല്ല. അത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. തൊടുപുഴയുള്ള സാഹചര്യം എന്താ വെച്ചാൽ ഉമ്മച്ചിക്ക് അത്യാവശ്യം പ്രഷറും ഷുഗറൊക്കെ ഉള്ളൊരു വ്യക്തി, എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. ഒരു 3 ദിവസം അത്യാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം പൂർണ്ണ റെസ്റ്റ് വേണ്ട ഒരു വ്യക്തിയാണ്. മറ്റുമ്മച്ചിയുടെ കാര്യങ്ങളും അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ വെള്ളത്തിച്ചിക്കാണെങ്കിലും വയ്യായികയുള്ളൊരു ആളാണ്. അപ്പോൾ എല്ലാം കൂടെ ഓടിച്ചു പോവില്ല. അപ്പോൾ ആശ്ന ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മറ്റുമ്മച്ചിൻ്റെ കാര്യം ഉമ്മച്ചി അത്യാവശ്യം ശ്രദ്ധിച്ചു. അടുക്കളത്തെ കാര്യം ആശ്ന ഉമ്മച്ചിയും കൂടെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ആഫിയുടെ കാര്യവും നിധിയുടെ കാര്യമൊക്കെ നോക്കാനൊക്കെ ഇവിടെ ഓക്കെയാണ്. അത് വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും സംസാരിച്ച് എൻ്റെ ഉമ്മയുടെയും എൻ്റെ ഉപ്പാൻ്റെയും എല്ലാം സമ്മതത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെയാണ് ആവശ്യം. ഇവിടെയാണ് ഒരാളുടെ
അധികം ഒരാളും കൂടെ നിൽക്കേണ്ട ആവശ്യം ഇവിടെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ആഷ്ന നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആഷ്ന ഇതിനു മുമ്പ് ആവശ്യങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് അത്രയും വേഗത്തിൽ എത്ര വേഗത്തിൽ എത്താൻ പറ്റും അത്രയും വേഗത്തിൽ എത്തിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇവർക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവരെ സപ്പോർട്ട് ആഷ്നാക്കും ഉണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ആഷ്നാക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. രണ്ടുപേരും അവർക്ക് രണ്ടുപേർക്കും വയ്യെങ്കിലും രണ്ടുപേർക്കും മക്കളെ നോക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. പിന്നെ അടുക്കളയിൽ ഉമ്മച്ചിയും അത്യാവശ്യമുണ്ട്, ആഷ്ന അത്യാവശ്യമുണ്ട്. കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യമാണെങ്കിലും ഓടിപ്പോകുന്നുണ്ട്. അവർ എൻ്റെ ഉമ്മച്ചിയുടെയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒരു ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായിട്ടൊരു ശൈലിയാണ്. അവർ അതിൽ ഹാപ്പിയാണ്, അവർക്ക് കുഴപ്പമില്ല, ഒരാവശ്യമില്ല, അവളവിടെ നിന്നോട്ടെ, വല്ലപ്പോഴും വന്നു പോകുന്നുണ്ടല്ലോ, അവർ കാണുന്നതൊന്നും ഇങ്ങോട്ട് വരും. പിന്നെ അങ്ങനെ ഒരു വേറൊരു ഇഷ്യൂവിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എല്ലാം ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് എൻ്റെ ലൈഫിൽ ഓരോ ഡിസിഷനും എടുക്കുക. എൻ്റെ ലൈഫിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടോ, ഇവൻ ഞങ്ങൾ ലവ് മാരേജ് ആണെങ്കിൽ പോലും അതുപോലും ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടെടുത്ത തീരുമാനമാണ്. അല്ലാതെ ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് അതേ പറ്റും എന്നുള്ളതല്ല, രണ്ട് കുടുംബവും സമ്മതിച്ചുകൊണ്ടുള്ളൊരു കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷയം അൽഹംദുലില്ലാ ഈ നേരം വരെ ഇല്ല. പിന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇത് എൻ്റെ നാടായതുകൊണ്ട് ഇതാണ്. ഇപ്പം അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പുറത്തിറങ്ങി പരിചയമോ അങ്ങനെ ഒന്നുമില്ല. അതുമല്ല പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ പറയുന്നില്ല, കുറ്റം പറയുന്നില്ല. കാരണം ഒരുപാട് 40-45 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം ആവും ഇവിടെ എത്താൻ. ഇവിടെ തൊട്ടടുത്ത് എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇപ്പൊ ഇക്കാളോട് പോകുന്നുള്ളതല്ലാതെ തന്നെ ബസ്സിൽ കയറി അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ എനിക്ക് എവിടെയും തന്നെ പോകാം. കാരണം നമ്മൾ ചെറുതിലെ മുതൽ ഇപ്പം കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അങ്ങനെയൊക്കെ പോയി തന്നെ ഒരു പരിചയം ഉണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇവിടെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ അഫി ചെറുതായിരുന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു, ഇവിടെ ആയിരുന്നല്ലോ ഞാൻ. അവനൊരു 1.5-2 വയസ്സാവാനായപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അവർക്കും അത് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് അവരോടും ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താ മരുമോൾ അവിടെ നിൽക്കുന്നത്, നല്ല ചോദ്യങ്ങൾ വരാറ്. അവർ നല്ല രീതിയിൽ അത് കൈകാര്യം ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവരോട് നിന്നോട്ടെ, എന്തിപ്പോൾ കുഴപ്പം, ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പോൾ വീട്ടിൽ ഒരു കുഞ്ഞ് ഓട്ടർഷ ഉണ്ട്, ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ഉപ്പ കൊണ്ടുപോകും. ഇനിയിപ്പോൾ അവർക്ക് ഉപ്പാക്കാണോ വയ്യായെങ്കിൽ അല്ലെങ്കിൽ ചങ്ങായിമാർ പോയിട്ട് അത് റെഡിയാക്കും. അല്ലെങ്കിൽ അജ്മീർ ഉണ്ടാവും, അത് ഞങ്ങൾ വിളിച്ചാൽ തന്നെ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓട്ടർഷ ഉണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യാൻ അറിയാതെ ആശനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉമ്മാനെ സഹായിക്കാന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഉമ്മാനെ സഹായിക്കാൻ പ്രത്യേകിച്ച് ഒരാളുടെ ആവശ്യം ഇപ്പോൾ ഈ നിമിഷം വരെ വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരി എല്ലാം സ്വന്തം ചെയ്യുന്ന ഒരാളാണ്. എല്ലാം അല്ലേ നമ്മൾ കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഉള്ളൂ. അങ്ങനെ ഒരു മടിയില്ല, എന്ത് പണിയെടുക്കാനും അങ്ങനെ ഒരു മടി. പിന്നെ 2 പേരെ കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടുത്തെ സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. കാരണം ഇവിടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുമ്പച്ചേക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ 6 ദിവസം ഹോസ്പിറ്റലിലായിട്ട് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് ഇന്നലെ ഡിസ്ചാർജ് ആയിട്ട് ഇന്നലെ വൈകുന്നേരം വന്നേ ഉള്ളൂ. 6 ദിവസമായി. ഒരു ഞായറാഴ്ച പോയിട്ട് ഇന്നലെ വന്ന് കയറിയതാണ്. 5 കുപ്പി ബ്ലഡ് കയറ്റി. ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളത് കൊണ്ട് 13 വേണ്ടടുത്ത് 3.2 ആയി, നല്ലോണം കുറഞ്ഞു പോയി. അതിപ്പോൾ 5 കുപ്പി കയറ്റി നല്ല കാര്യങ്ങളെല്ലാം നല്ല രീതിയിലായി. ഇപ്പോൾ 13 ആയി. മനുഷ്യരീതി വേണ്ട 13ആണ്, 10 ഇല്ലെങ്കിൽ ഡേഞ്ചറാണ്, 8എങ്കിലും വേണമെന്ന് പറഞ്ഞു. അതിപ്പോൾ 13 ആയിട്ടാണ് അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലും നമുക്ക് ഹോസ്പിറ്റൽ കേസ് അപ്പോൾ വരുന്നത് കൊണ്ടുള്ള പറയാൻ പറ്റില്ല. ഇപ്പോൾ മാസത്തിൽ 1 എന്തായാലും ഹോസ്പിറ്റൽ കേസ് വരും. അപ്പോൾ ഉമ്മച്ചി എന്ത് ചെയ്യും, നേരെ ഒരു സ്ത്രീ എന്തായാലും നിൽക്കണമല്ലോ കൂടെ. അങ്ങനെ ഉമ്മച്ചി അവിടെ നിൽക്കും. അപ്പോൾ ആഷ്നയും അത്തച്ചിയും ബാക്കി വീട്ടിലെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ആര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 മക്കളെ കൊണ്ട് ഞാനിവിടെ എന്നാ ചെയ്യാം? 2 മക്കളെ എന്ന് പറഞ്ഞാൽ അത് മറ്റുമ്മച്ചിയും അതുപോലെ ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ 2 മക്കളല്ല, 10 മക്കളുണ്ടെങ്കിൽ നോക്കാനുള്ള ഒരു അവർക്ക് ആരോഗ്യസ്ഥിതി എല്ലാം അൽഹംദുലില്ലാ അതിനൊന്നും ബാധിക്കുന്നില്ല അവരെയൊന്നും. അതൊക്കെ അവരുടെ ആ ക്ഷമയും, സത്യം പറഞ്ഞാൽ അവരുടെ ആ ക്ഷമയും കരുതലൊന്നും നമുക്കൊന്നും പറ്റില്ല. അവർക്ക് കുട്ടികളെ ഉറക്കാനറിയാം, ഊട്ടാനറിയാം, കൊണ്ടു നടക്കാനറിയാം. അതുകൊണ്ട് അവരുണ്ട്, ആഷ്നയും ഉണ്ട്. ആഷ്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്താൽ ബാക്കി അവർ നോക്കിക്കോളും. അങ്ങനെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ട്.
ഇതിപ്പോ മറ്റുമ്മച്ചിയുടെ റൂമിൽ ഇരുന്ന് ഞങ്ങൾ ഈ വീഡിയോ മറ്റുമ്മച്ചി കൊച്ചിന്റെ അടുത്ത് കിടക്കാണ്. അവിടെ അവൾ അനങ്ങിയാൽ അവൾ എണീച്ചാൽ അവൾ ഉറക്കാനുള്ളതും എല്ലാം മറ്റുമ്മച്ചി കയ്യിലുണ്ട്. നടക്കില്ല എന്നാലും എടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ ഇപ്പോൾ നിധിയും കൂടെ വന്നതുകൊണ്ട് മറ്റുമ്മച്ചിക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഇതിപ്പോ ഞങ്ങള് പോയി കഴിയുമ്പോൾ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ രണ്ടും അങ്ങ് ഇതായിപ്പോവും, ഡൗൺ ആയിപ്പോവും രണ്ടുപേരും. ഈ കുട്ടികൾ ഇവൻ്റെ ആഫി വൈകുന്നേരം വന്നിട്ട് ഓട്ടപ്പാച്ചിലും കളിയും വർത്താനും കയറി അതിലൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അവൻ്റെ പുറകെ നടക്കാനൊക്കെ രണ്ടുപേർക്ക് ഇഷ്ടമാണ്. മറ്റുമ്പിച്ച് നിധി ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പ് വരെ നല്ലോണം ഡൗൺ ആയിരുന്നു ആള്. നിധി വന്ന് അതായത് ഒരു പാത്രം നമ്മൾ ചോറും പാത്രം കയ്യിൽ വെച്ച് കൊടുത്ത് വേണം കഴിക്കാൻ, പതുക്കെ കഴിക്കും. ഇപ്പോൾ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് അത്യാവശ്യം കൊച്ചിനെ എടുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യും. അത്യാവശ്യം എടുക്കും, നിൽക്കുകയൊക്കെ ചെയ്യുവേ. ഇരുന്നോണ്ട് എല്ലാം ചെയ്യും. കൊച്ചിനെ എടുത്ത് കളിപ്പിച്ച് ഇങ്ങനെ എന്ത് വേണം ചെയ്യുക അതൊക്കെ ചെയ്യും. അതൊക്കെ ആ കുട്ടിയിലുള്ളൊരു മാറ്റമാണ്. കുട്ടിയുടെ കരച്ചിൽ മാറ്റി കൊടുത്തിട്ടും ആ വയ്യായിക അവർ മറന്ന് ആക്റ്റീവായി. അത് നല്ല റിസൾട്ട് അല്ലേ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇക്ക ഗൾഫിൽ പോകുന്നത് കൊണ്ടാണ്, അതും ഒരു കാരണമാണ് ഇവിടെ നിൽക്കുന്നതിന്. അല്ലാതെ ഇക്ക അവിടെ ഉണ്ടായിട്ട് ഞാൻ എന്തായാലും എനിക്ക് കുറച്ച് പേർക്ക് അറിയില്ലാന്ന് തോന്നുന്നു ഈ പ്രവാസിയായിട്ട്. അല്ലെങ്കിൽ കുറച്ചുപേര് വിചാരിച്ചോണ്ട് ബസ് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക ഗൾഫിൽ ഇല്ലല്ലോ നിർത്തിയതല്ല. പിന്നെ ഇത് പറഞ്ഞില്ലേ, ഈ ഒന്നാമത് ആഷ്ന പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഡെലിവറിയുടെ സമയത്ത് ഞാൻ എന്തായിട്ട് ഇവിടെ വേണം, അതെൻ്റെ ഒരു ഞാൻ പറയാറുണ്ട്, മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് എത്താൻ പറ്റുന്ന സാഹചര്യം വരുന്ന നഷ്ടത്തെ നോക്കിയിട്ടോ കാര്യങ്ങൾ നോക്കിയിട്ടോ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതിലെനിക്ക് വന്ന നഷ്ടങ്ങളും വലിയ എമൗണ്ട് ഒക്കെ തന്നെയാണ്. പക്ഷെ അതിൽ കഥയില്ല. എനിക്ക് ആ സമയത്ത് വരണമെന്നുണ്ടായത് വന്നു കഴിഞ്ഞപ്പോഴാണ് ബസ്സിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതും അതും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ രണ്ടുപേരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ അവിടെ വന്നിറങ്ങുമ്പോൾ ആഷ്നാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, അവള് പൂർണ്ണ ഗർഭിണിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് വരായിരുന്നു അല്ലേ? ഇത് ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ടേക്ക് വന്നിട്ട് ബഷീർ ഇങ്ങോട്ട് സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഉമ്മ ഉപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവർ ഡെലിവറിക്ക് മുമ്പ് പോയല്ലേ, അവിടെ എന്തോ പരിപാടി കാര്യങ്ങൾ ഉണ്ടായിട്ട് അവർ ഡെലിവറിക്ക് മുമ്പേ പോയി. പിന്നീട് വന്നിട്ട് കുട്ടീനെ കണ്ടുപോയതാണ്. അങ്ങനെ പോയതാണ്. അങ്ങോട്ടും പോയി. ഒന്നിലും അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. അത് നിങ്ങളൊന്ന് ചെയ്യും. അങ്ങോട്ട് പോകാനാണ് സാധ്യത കൂടുതലും. അപ്പോൾ അതാണ് ഇവിടെ നിൽക്കുന്നതിന്റെ കാര്യങ്ങൾ. കാരണം ഇവിടെ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ഞാൻ ആക്ച്വലി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അത് കാണാത്തവരായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതുമാണ്. എന്തായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ വേറൊന്നും കൂടെ പറയാൻ വെച്ചാൽ, ഇപ്പോൾ പ്രമോഷൻസ് ഈ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്ന ഒരുപാട് കൊറിയർ ആയിട്ടാണ് വരുന്നത്. അത് നമ്മുടെ അവിടെ ഇച്ചിരി പാടാ കിട്ടി പോയിട്ട് എടുക്കാനും വരാനും പോകാനും കുറേ ദൂരം പോകണം. ഇതൊക്കെ മുറ്റത്ത് കൊണ്ടൊക്കെ കിട്ടും. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ പ്രമോഷൻസ് കിട്ടുന്നത്, വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കാസർഗോഡ് ജില്ലയിലും കുറച്ചുണ്ട്. ഇവിടെയൊക്കെ പായി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പം അതായത് കൂടുതൽ ആൾക്കാർക്കും ഞാൻ ഈ മലപ്പുറം, കാസർഗോഡ്, ആ ഒരു കോഴിക്കോട് ആ ഒരു ഭാഗത്തൊക്കെ അവിടെ ഉള്ളതെന്നാണ് വിചാരം. അതുകൊണ്ട് എനിക്ക് തൊടുപുഴയിൽ നിന്ന് പ്രൊമോഷൻസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തൊരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങനെ കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം എന്താ വേറൊന്നുമില്ല. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഹാപ്പി ആയിട്ട് ഞങ്ങളും ഇരിക്കുന്നുണ്ട്, നിങ്ങളും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ മാറ്റി വെക്കുക. വലിയ വലിയ വിഷമങ്ങളെയൊക്കെ പഠിച്ചോൻ തരണം ചെയ്ത് തരും. കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് അതിനും ഏറ്റവും വലിയ ഉദാഹരണം. കാരണം എവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടത്തേക്ക് നടന്നെത്തിയെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഓരോ വീഡിയോസിലും ഒപ്പം കൂടിയ ആൾക്കാരാണ്, അറിയാലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വിഷമങ്ങൾക്കൊക്കെ അത്രേ ആയുസുള്ളൂ, സന്തോഷങ്ങൾക്കും അത്രേ ആയുസുള്ളൂ. അമിതമായിട്ട് ഒന്നിലും സന്തോഷിക്കാതിരിക്കുക, അമിതമായിട്ട് ഒന്നിലും വിഷമിക്കാതിരിക്കുക. അത് തന്നെയാണ് ലൈഫിൽ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം എൻ്റെ ആഗ്രഹം പോലെ ഒരു ബസ്സൊക്കെ എടുത്ത് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ബസ് കുറേപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകില്ലോ എന്നറിയില്ല. എൻ്റെ ആഗ്രഹം അങ്ങനെ എടുത്തു. അത് നമുക്കും സാധിക്കുമെന്ന് മനസ്സിലായി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ചെയ്തു. ഇനിയിപ്പോൾ നല്ലൊരു വിലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഞാൻ കൊടുക്കുമായിരിക്കും, പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ചോദ്യം വരുന്നുണ്ട്, തരുന്നുണ്ടോ എന്ന്. നല്ലൊരു വില കിട്ടി പിന്നെ ഇവിടെ തന്നെ തൊടുപുഴയിലേക്കാണ് സെറ്റിലാവാൻ എല്ലാവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചിലപ്പോൾ കൊടുക്കും, പറയാൻ പറ്റില്ല. കാരണം തൊടുപുഴയിലേക്ക് തന്നെ വരും. കാരണം കുടുംബമൊക്കെ ഇവിടെയാണല്ലോ. അങ്ങനെ ചിലപ്പോൾ ഒരു എനിക്കും അനിയനും പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും കാസർഗോഡ് തുടരുന്നത്. ഞങ്ങളുടെയൊക്കെ വേരുകൾ അവിടെയാണുള്ളത്. ഞങ്ങൾക്കൊരു പറിച്ച് നടല് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ കാസർഗോഡ് നിന്നൊരു പറിച്ച് നടല്. പിന്നെ അവരും ഓക്കെയാണ്, അവർക്ക് പക്ഷേ അവർ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വരാൻ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അവർ ഓക്കെയാണ് ഞങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പിന്നെ അവൻ്റെ ഒരു മാരേജും കൂടെ കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും.
അപ്പോൾ എന്തായാലും ഇന്നത്തെ Q&A വീഡിയോ ആയിരുന്നു. ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞില്ല, കൂടുതലും ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് അത് ഏറ്റവും ലാസ്റ്റത്തേക്ക് വെച്ചത്. ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നു എന്ന് വിചാരിക്കണം. അപ്പം നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.